ഹൈ ഗേഴ്സ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്രിപ്റ്റോ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുവാണെങ്കിൽ ഇപ്പം നമുക്കറിയാം, ക്രിപ്റ്റോ മാർക്കറ്റ് ഒരു ബുൾ മാർക്കറ്റാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഒരുപാട് ക്രിപ്റ്റോ കോയിൻസ് ട്രേഡ് ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ കോയിൻസ് ഒക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഫ്ലക്ച്വേഷൻസ് റീസെൻ്റ്ലി ഈ ഒരു ലാസ്റ്റ് മന്ത് ഉണ്ട്. അപ്പോൾ ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടെടുത്ത ഒരു പ്രോഫിറ്റിൻ്റെ ലാസ്റ്റ് മന്തിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ആ ഒരു അഡ്വാൻറ്റേജ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, ആൻഡ് സ്റ്റിൽ എന്താണ് ഈ ഒരു ബുൾ മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം, എങ്ങനെയാണ് ഒരു പ്രോപ്പർ സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. ഇത് യാതൊരു രീതിയിലുള്ള ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് അല്ല. ഓക്കെ, അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ ഇവിടെ ബിറ്റ്കോയിൻ്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1 അവർ ചാർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിയർലി ബിറ്റ്കോയിൻ വളരെ സൂപ്പർ സ്ട്രോങ് ആയിട്ട് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സി ആൻഡ് അഗെയിൻ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ നിയർലി $1,00,000 അടുത്ത് എടുത്തിട്ട് വീണ്ടും ഒരു പുൾ ബാക്ക് എടുത്ത് വീണ്ടും വന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാം എന്ന രീതിയിൽ നിൽക്കുവാണ്. സോ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി വീണ്ടും വളരെ ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ബിറ്റ്കോയിൻ. സോ ബിറ്റ്കോയിൻ ലൈക്ക് ഒരു ഇൻഡെക്സ് ആണ് അല്ലേ. ഇപ്പം നിഫ്റ്റി 50 അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുള്ള ഒരു ഇൻഡെക്സ് ആണ്. ബിറ്റ്കോയിൻ മോഡിലോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഒരുപാട് കോയിൻസ് ഇവിടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ കോയിൻസ് ഒക്കെ ബിറ്റ്കോയിൻ അനുസരിച്ചിട്ട് മൂവ്മെൻറ്റ് നടത്തും. ഓക്കെ, ബിറ്റ്കോയിൻ ചിലപ്പോൾ ഒരു 5% മൂവ്മെൻറ്റ് ആണെങ്കിൽ ചില കോയിൻസ് ഒക്കെ ചിലപ്പോൾ ഒരു 20%, 100% ഒക്കെ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊക്കെ മൂവ്മെൻറ്റ് നടത്താം. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു കോയിൻ ഞാൻ എടുത്ത് കാണാം. ഈ ഒരു മൂവ്മെൻറ്റിൽ തന്നെ ഒരു 1 അവറിൻ്റെ ചാർട്ടാണ്. ഏകദേശം ഒരു 5-6 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 46% അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബുൾ മാർക്കറ്റിൽ എങ്ങനെ അഡ്വാൻറ്റേജ് ചെയ്യാം, നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു ഇങ്ങനെയുള്ള ഒരു ബുൾ മാർക്കറ്റിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ടൈപ്പ് ഓഫ് എൻട്രി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. ഇതാണ് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പ്ലാറ്റ്ഫോം. ഞാൻ നോർമലി ഇൻട്രാഡേ ചെയ്യുന്നുണ്ട്, ബട്ട് ഇൻട്രാഡേനെക്കാട്ടി കൂടുതൽ എനിക്ക് പ്രോഫിറ്റ് തന്നിരിക്കുന്നത് ഇതുപോലുള്ള പൊസിഷണൽ ട്രേഡിംഗ് ആണ്. അതായത് കുറച്ചധികം നേരം ഹോൾഡ് ചെയ്ത് ചിലപ്പോൾ ഒരു ദിവസമാകാം, 2 ദിവസമാകാം, 3 ദിവസമാകാം, അങ്ങനെ രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന ട്രേഡുകളാണ് എനിക്ക് വലിയ പ്രോഫിറ്റുകൾ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബുൾ മാർക്കറ്റിൻ്റെ മാർക്കറ്റ് സ്ട്രക്ചർ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുകയാണ്. എപ്പോഴും മാർക്കറ്റിൽ ഹയർ ഹൈ ഫോർമേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. റൈറ്റ്, മാർക്കറ്റിൽ എപ്പോഴും ഹയർ ഹൈ ഫോർമേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇതാണ് നോർമലി ഒരു ടിപ്പിക്കൽ ബുൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ബുൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് എപ്പോഴാണ് മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് വരുന്നത്. പുൾ ബാക്ക് മീൻസ് ഈ ഒരു താഴോട്ടുള്ള ഈ ഒരു റിട്രേസ്മെൻറ്റ് അല്ലേ. പുൾ ബാക്ക് റിട്രേസ്മെൻ്റ് ഒക്കെ ഏകദേശം സിമിലർ ആണ് കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു റിട്രേസ്മെൻറ്റ് എപ്പോഴാണോ വരുന്നത് ആ ഒരു റിട്രേസ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു പുൾ ബാക്കിൽ ട്രേഡ് എടുക്കുക. ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ബുൾ മാർക്കറ്റിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പം ബിറ്റ്കോയിൻ എടുക്കുവാണെങ്കിലും, സോ ബിറ്റ്കോയിൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ വലിയൊരു ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. റൈറ്റ്, വലിയൊരു ബ്രേക്കൗട്ട് നടത്തി. അത് കഴിഞ്ഞൊരു പുൾ ബാക്ക് നമുക്കിവിടെ കാണാം. മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പുൾ ബാക്ക്. ഈ ഒരു പുൾ ബാക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഓൾറെഡി ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നോർമലി പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യും അല്ലേ. അവർ ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യും. അപ്പോൾ മാർക്കറ്റിൽ വീണ്ടും ഒരു പുൾ ബാക്ക് വരും. അപ്പോൾ ഈ ഒരു പുൾ ബാക്ക് എന്ന് പറയുന്നത് ഓൾറെഡി ഹയർ പ്രൈസിലുള്ള ബിറ്റ്കോയിൻ പുൾ ബാക്ക് വരുന്ന സമയത്ത് അതൊരു ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും മാർക്കറ്റ് വരിക. അങ്ങനെ വരുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ ബയേഴ്സിന് വീണ്ടും കൂടുതൽ ഡിമാൻഡ് അവിടെ വരും, കൂടുതൽ ബൈ ഓർഡർ വരും. റൈറ്റ്, അപ്പം വീണ്ടും ഓരോ പുൾ ബാക്കിൽ വരുന്ന സമയത്തും ബുൾ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റിൽ വീണ്ടും അപ്സൈഡിലോട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുൾ ബാക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് ആ ഒരു മൊമെൻറ്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സെറ്റപ്പ്. ഓക്കെ, ഇത് ഞാൻ ബിറ്റ്കോയിൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു കോയിൻ എടുത്താലും അങ്ങനെ തന്നെയാണ്. ഓരോ പുൾ ബാക്ക് ഞാനിവിടെ 1 അവർ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. പൊസിഷണൽ ട്രേഡ് ആയതുകൊണ്ട് തന്നെ 1 അവർ ടൈം ഫ്രെയിം 1 അവർ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. 1 അവർ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് യൂസ് ചെയ്യുക. മാർക്കറ്റ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക. യെസ്, മാർക്കറ്റ് സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തു, ഒരു ബുള്ളിഷ് ആണ്. സോ നെക്സ്റ്റ് പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഓരോ പുൾ ബാക്കിലും നമുക്ക് എന്താണ് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. പുൾ ബാക്കിൽ വന്നിട്ട് പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് തിങ് നമുക്ക് അറിയാവുന്ന നോളജ് ഉണ്ടാവുമല്ലോ. അതായത് പുൾ ബാക്കിൽ നടക്കുന്ന ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, ഒരുപാട് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഉണ്ട്, അല്ലെങ്കിൽ പാറ്റേൺസ്, ഡബ്ല്യു പാറ്റേൺ. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് എക്സ്ട്രാ കൺഫർമേഷൻ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം.
ഓക്കെ, ഞാൻ നോർമലി ചെയ്യുന്നത് ഒരു പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആൻഡ് ഓക്കെ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന രീതിയിൽ ഞാൻ ട്രേഡുകൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഞാൻ കാൻഡിൽ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ട്രേഡുകൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ആ ഒരു മൊമെൻറ്റം, ആ ഒരു നെക്സ്റ്റ് ഹൈ വരെയുള്ള ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ തന്നെ ഏകദേശം ഒരു 10% മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈ ഒരു 10% എന്ന് പറയുന്നത് ഏകദേശം ഒരു 1 hour 30 മിനിറ്റ് ക്യാൻഡിലാണ്. ഏകദേശം ഒരു 5-6 ക്യാൻഡിൽ മീൻസ് ഏകദേശം 3 മണിക്കൂർ കൊണ്ട് 10% അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ലിവറേജ് തരും. ബിറ്റ് കോയിന് 200% ലിവറേജ് തരും. 200 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് 200 ഒക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഡിപ്പ് വരുന്ന സമയത്ത് നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ബ്രോക്കർ ലിക്വിഡേറ്റ് ചെയ്ത് കളയും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ മാക്സിമം എടുക്കുന്നത് 5 to 10%. അത് ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെയാണ് റിസ്ക് റിവാർഡ് നോക്കി ആ ഒരു സേഫിലാണ് ട്രേഡ് എടുക്കുന്നത്. കാരണം ഞാൻ മൾട്ടിപ്പിൾ കോയിൻസിൽ ചിലപ്പോൾ പൊസിഷൻസ് എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് എൻട്രി മെത്തേഡ്. നമ്മൾ നല്ല കോയിൻസ് നോക്കുക ആൻഡ് കോയിൻസ് നോക്കുക, ദെൻ മാർക്കറ്റിൽ പുൾ ബാക്ക് എപ്പോഴാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് ട്രേഡ് എടുക്കുക. ഇതാണ് ഫസ്റ്റ് എൻട്രി മെത്തേഡ്, റൈറ്റ്. ഫസ്റ്റ് എൻട്രി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുൾ ബാക്ക് ട്രേഡിംഗ്. മാർക്കറ്റിൽ ക്രിപ്റ്റോ കോയിൻസിൽ പുൾ ബാക്ക് വരുന്ന സമയത്ത് ട്രേഡ് കൺസിഡർ ചെയ്യാം. പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പല കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് യൂസ് ചെയ്യാം. അല്ലാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാർട്ട് പാറ്റേൺസ് ഉണ്ട്. ഏതാണ് W പാറ്റേൺ. ഒരു പുൾ ബാക്ക് വന്ന് അവിടെ ഒരു ഇങ്ങനെ ഒരു പാറ്റേൺ കഴിഞ്ഞ് ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് എൻട്രികൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം SFP ട്രേഡിംഗ് മെത്തേഡ്. SFP നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടോ? സ്വിങ്, എൻ്റെ ഫുൾ ഫോം ആണ് സ്വിങ് ഫെയിലിയർ പാറ്റേൺ. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്, സ്വിങ് ഫെയിലിയർ പാറ്റേൺ. അപ്പോൾ ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു എൻട്രി മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമിലർ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സെറ്റപ്പ് എന്ന് പറയാം. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. സോ മാർക്കറ്റിൽ അപ്സൈഡിലോട്ട് ഒരു കോയിൻ മൂവ്മെൻറ്റ് ചെയ്തു, അപ്പോൾ അതിനൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്, ഇത് എന്താണ്, ഒരു ലോ ആണ് അല്ലേ. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോ ആണ്. ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? നോർമലി സ്വിങ് ലോ എന്നാണ് പറയുന്നത് അല്ലേ. ഇതൊരു സ്വിങ് ആണ്. ദെൻ ഇതും ഒരു സ്വിങ് പോയിന്റ് ആണ്, റൈറ്റ്. സ്വിങ് ലോ എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ മാർക്കറ്റ് വീണ്ടും ഒരു പുൾ ബാക്ക് ഒക്കെ എടുത്തു. മാർക്കറ്റ് ഇങ്ങനെ സ്ലോലി വന്നു. ഈ ഒരു സ്വിങ് ലോ പെട്ടെന്നൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു. ഈ ഒരു സ്വിങ് ലോയിൻ്റെ മാർക്കറ്റ് താഴോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു നോർമലി പല ആൾക്കാരും ഇവിടെ നിന്നൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, റൈറ്റ്. ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ നോർമലി മാർക്കറ്റ് മൂവ്മെൻറ്റ് നടക്കുന്നതനുസരിച്ച് സ്വിങ് ലോയിൻ്റെ താഴോട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാറുണ്ട്, ട്രെയിൽ ചെയ്യാറുണ്ട്. അതിൻ്റെ അറ്റ് സെയിം ടൈമിൽ ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഈ ഒരു സ്വിങ് ലോയിൻ്റെ താഴെ ആയിരിക്കും മാർക്കറ്റ് വെക്കുക. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് പോകണമെങ്കിൽ ഒരു 80% ഓഫ് ദ ടൈംസ് ഒരു സ്വിങ് ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് അവിടെയുള്ള ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോകുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? കറക്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് സ്വിങ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു, ദെൻ അഗെയിൻ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി. ഓക്കെ, അപ്പം ഇതിനെയാണ് നമ്മൾ ഈ ഒരു സ്വിങ് ബ്രേക്ക് ഡൗൺ ഫെയിലിയർ ആകുന്നതിനെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് SFP, സ്വിങ് ഫെയിലിയർ പാറ്റേൺ. അതായത് ഈ ഒരു സ്വിങ് ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് ഫെയിലിയറായി എന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത്? തിരിച്ച് വീണ്ടും ആ ഒരു സ്വിങ് ലോയിൻ്റെ മുകളിലോട്ട് ഇമ്മീഡിയറ്റ്ലി തിരിച്ച് കയറുന്ന സമയത്ത് നമുക്കറിയാം ഇതൊരു ഫെയിലിയറായി. അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്, ഒരു അടിപൊളി പാറ്റേൺ ആണ്. അതായത് ഒരു ഹ്യൂജ് റിസ്ക് റിവാർഡ് തരുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു സ്വിങ് ഫെയിലിയർ പാറ്റേൺ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്താണ് നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ടെപ്പ് സിമിലർ ടു പുൾ ബാക്ക് മെത്തേഡ് തന്നെയാണ്, ബട്ട് ഇത് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ്. കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും. അതായത് ബാക്കിയുള്ള ആൾക്കാർ ട്രാപ്പ് ചെയ്യും, അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നല്ല ഫാസ്റ്റ് ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റുകളൊക്കെ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു ചാർട്ടിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. സോറി, നമുക്കൊരു 1 hour ടൈം ഫ്രെയിം തന്നെ എടുക്കാം. 1 hour, യെസ്. ഓക്കെ, സോ ഇവിടെ ഞാനൊരു കോയിൻ എത്തേറിയം കോയിൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മാർക്കറ്റിൽ സ്വിങ് ഇവിടെ സ്വിങ് ലോ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതൊരു സ്വിങ് ലോ പോയിൻ്റ് ആണ്, റൈറ്റ്. ഇതൊരു സ്വിങ് ലോ പോയിൻ്റ് ആണ്. കാരണം മാർക്കറ്റിൽ അപ്സൈഡിലോട്ട് നടന്ന ഒരു സ്വിങ് ലോ പോയിൻ്റ് ആണ്. പിന്നീട് മാർക്കറ്റ് വന്നു ജസ്റ്റ് ഒരു ബ്രേക്ക് ഡൗൺ നടത്തി. സോ ബ്രേക്ക് ഡൗൺ നടത്തുക മീൻസ് എക്സാക്ട്ലി നമുക്കറിയാം ഇതൊരു സിംഗിൾ ലോ ആവുന്ന സമയത്ത് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസസിൻ്റെ ഇഷ്ടംപോലെ സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും. റീറ്റെയിൽ ട്രേഡേഴ്സ് ആണെങ്കിൽ ശരി, പ്രൊഫഷണൽ ട്രേഡേഴ്സ് ആണെങ്കിൽ ഇതിന് താഴെ എന്തായാലും സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും.
അപ്പോൾ എന്താണ് മാർക്കറ്റ് ഒരു ഡിപ്പ് തന്നു, എക്സാക്ട്ലി സ്റ്റോപ്പ് ലോസ് എടുത്തു, നെക്സ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ മുകളിലോട്ട് കയറി, അതായത് ഒരു സിംഗിൾ ലോയിൻ്റെ മുകളിലോട്ട് കയറി. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പാറ്റേണിനെയാണ് നമ്മൾ SFP പാറ്റേൺ എന്ന് പറയുന്നത്. SFP പാറ്റേൺ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു പാറ്റേൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ബൈ എൻട്രി എടുക്കുന്നു. സിമ്പിൾ, റൈറ്റ്? നമ്മൾ അവിടുന്ന് ഒരു ബൈ എൻട്രി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ടാർഗറ്റ് 1:2 1:3 ഡിപ്പെൻഡ്സ് ഓൺ യുവർ സൈക്കോളജി, ഡിപ്പെൻഡ്സ് ഓൺ ഹൗ നിങ്ങളെങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ ഒരു കാര്യം ഓർത്തിരിക്കുക, ലിവറേജ് എടുക്കുന്നത് ചെറിയ ലിവറേജ് മാത്രം എടുക്കുക. അത് നിങ്ങൾ വിശ്വസിക്കാൻ തന്നെ ചെറിയ ലിവറേജ് എടുത്താൽ പോലും വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വലിയ ലിവറേജ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? പെട്ടെന്നുള്ള ഫ്ലക്ച്വേഷൻ നമുക്ക് പേടിച്ച് എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ചെറിയ ലിവറേജ് എടുത്തിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് വലിയ മൂവ്മെൻറ്റുകളാണ് ബുൾ മാർക്കറ്റിൽ എപ്പോഴും വരിക. അത് ശ്രദ്ധിച്ച് ട്രേഡുകൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതൊരു പാറ്റേൺ ആണ്. നമുക്ക് വേറെ ഒരു കോയിനിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ കാണാം, റൈറ്റ്? സെയിം ഒരു സിംഗിൾ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തു, റൈറ്റ്? ഇതൊരു സിംഗിൾ ലോ ആണ്, ബ്രേക്ക് ഡൗൺ ചെയ്തു, ഇമ്മീഡിയറ്റ്ലി തിരിച്ച് കയറി. സോ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കുക? എവിടെയാണോ സിംഗിൾ ലോ ആ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഫ്രഷ് എൻട്രി നമുക്ക് അവിടെ നിന്ന് കൺസിഡർ ചെയ്യാം, റൈറ്റ്? ആൻഡ് ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മെത്തേഡ് വന്നിട്ടില്ല. നെക്സ്റ്റ് കോയിൻ ഇവിടെ നമുക്ക് കാണാം, സിംഗിൾ ലോ വന്നു, ബ്രേക്ക് ഡൗൺ സ്റ്റോപ്പ് ലോസ് എടുത്തു, ദെൻ എക്സാക്ട്ലി അപ്പ് സൈഡിലെ മൂവ്മെൻറ്റ്, റൈറ്റ്? പിന്നീട് മാർക്കറ്റ് സ്ട്രോങ്ലി അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് സെയിം നമ്മളെ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എന്താണ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആൻഡ് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഒറ്റൊരു കോയിനിലാണ് വലിയൊരു പ്രോഫിറ്റ് തന്നെ ബുക്ക് ചെയ്തത്. ഇവിടെ ഏകദേശം 23% മൂവ്മെൻറ്റ് നടത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. 23%, റൈറ്റ്? അപ്പം ലാസ്റ്റ് ടൈം ഞാൻ ടെലഗ്രാമിലൊരു ട്രേഡ് അല്ലേ, ഒരു ബിറ്റ് കോയിൻ്റെ ട്രേഡ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ BTCയിലാണ് എടുത്തിരുന്നത്. ഈ ഒരു സിംഗ് മെത്തേഡ് ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കയറുന്ന സമയത്ത് ഒരു ട്രേഡ് എടുത്തു, റൈറ്റ്? സോ ഇത് രണ്ടാമത്തെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് ഒരു പ്രോപ്പർ നോർമലി ഉണ്ടാകുന്ന ഒരു പുൾ ബാക്ക് മെത്തേഡ്, രണ്ടാമത് SFP കൺസെപ്റ്റ്. ഇനി മൂന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ആണ്, റൈറ്റ്? മൂന്നാമത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്. സോ ബ്രേക്ക് ഔട്ട് മീൻസ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യുക, റൈറ്റ്? സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യുക, ദെൻ ആ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്തുള്ള ട്രേഡിംഗ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൽ കുറച്ച് റിസ്ക്കിയാണ്. കറക്റ്റ് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്നെ നമ്മൾ നോക്കിയിരിക്കണം. ഓൾറെഡി ഞാൻ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ കൺഫർമേഷൻ എടുക്കുക ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ നിന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടും. ഓക്കെ, ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് ഇയർ എങ്ങനെ ഒരു 6 മാസം മുമ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ എപ്പോഴും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. പിന്നീട് മാർക്കറ്റ് ആ ഒരു ലെവൽ എപ്പോഴാണോ ബ്രേക്ക് ഔട്ട് നടക്കുന്നത്, സോ ആ ഒരു ബ്രേക്ക് ഔട്ടിൽ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം അത് നമുക്ക് 30 മിനിറ്റ്സ് ആണെങ്കിലും ശരി, 1 hours ആണെങ്കിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം, ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്. അപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ബാക്കിയുള്ള കോയിൻസ് ബ്രേക്ക് ഔട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ബിറ്റ് കോയിൻ്റെ ചാർട്ട് കൂടി ഒന്ന് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിറ്റ് കോയിൻ ലൈക്ക് ഒരു ഇൻഡെക്സ് പോലെയാണ്. ബിറ്റ് കോയിൻ മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കോയിൻസ് അതിൻ്റെ പുറകെ അങ്ങ് വരും. ഓക്കെ, അപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോയിൻ ബ്രേക്ക് ഔട്ട് ചെയ്യുവാണെങ്കിൽ ലൈക്ക് അതിലാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ബിറ്റ് കോയിൻ്റെ ചാർട്ട് കൂടി നോക്കിയിട്ട് ഓക്കെ ബിറ്റ് കോയിൻ എങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് കൂടി നോക്കിയിട്ട് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ BTCയിൽ മാത്രം ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, BTCയിൽ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 99,000 ഈ ഒരു ലെവലാണ് ഓൾ ടൈം ഹൈ. സോ അതിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് $1 lakh കാണാം. അപ്പോൾ അതും കൂടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഐ സ്റ്റിൽ ബിലീവ് മേ ബി മാർക്കറ്റ് മുകളിലോട്ട് പോകാം. അപ്പം ഞാൻ മുമ്പ് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഞാൻ നിങ്ങളോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒന്നും സംഭവിക്കാത്ത ഒരു ക്യാപിറ്റൽ. ഞാനും അത്രയും വളരെ ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുള്ളൂ. നിയർലി 1 lakhൻ്റെ അടുത്ത് മാത്രമേ ഞാൻ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുള്ളൂ. 50K into 1 lakh അതാണ് എൻ്റെ ഒരു ക്യാപിറ്റൽ, റൈറ്റ്? അതിൽ തന്നെ അത്യാവശ്യം വലിയൊരു പ്രോഫിറ്റ് തന്നെ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റിൽ ഞാനത് വിഡ്രോ ചെയ്യാനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നമുക്ക് ഇന്ന് വിഡ്രോ ഇപ്പോൾ തന്നെ ഏകദേശം 2 മണിക്കൂറുള്ളിൽ നമുക്ക് അക്കൗണ്ടിലോട്ട് വരും. ആൻഡ് ടാക്സ് ഇഷ്യൂ ഇല്ല. നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലാണ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നോർമലി ബിസിനസ് ഇൻകത്തിലാണ് നമുക്ക് വരിക. ഓക്കെ, സോ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രോപ്പർ സ്ട്രാറ്റജി എന്നല്ല, നമ്മൾ ജസ്റ്റ് ബുൾ മാർക്കറ്റിൽ
റിപ്പീറ്റ് ബുൾ മാർക്കറ്റിൽ നമുക്കെങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പ്രോപ്പർ സെറ്റപ്പുകൾ ഞാൻ ഇനി വരുന്ന ദിവസങ്ങൾ, അതായത് നിങ്ങളിപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് 2-3 സെറ്റപ്പുകൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിപ്റ്റോ ട്രേഡിംഗ്, എസ്പെഷ്യലി ഇൻട്രാ ട്രേഡിംഗ്, റൂൾ ബേസ്ഡ് സ്ട്രാറ്റജിയൊക്കെ. അതൊക്കെ വരുന്ന ദിവസങ്ങളൊക്കെ ചെയ്യാം. ബട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ആ ഒരു ബുൾ മാർക്കറ്റിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിലൊരു 3 ടൈപ്പ് ഓഫ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ഒന്ന് പുൾ ബാക്ക് ട്രേഡിംഗ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഒന്ന് പുൾ ബാക്ക് ട്രേഡിംഗ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. പുൾ ബാക്ക് ട്രേഡിംഗ് മീൻസ് മാർക്കറ്റിൽ അപ്സൈഡിൽ വന്ന് പിന്നെ ഒരു റിട്രേസ്മെൻറ്റിൽ ട്രേഡ് എടുക്കുന്നത്. രണ്ടാമത്തത് മോസ്റ്റ് പവർഫുൾ സെറ്റപ്പ് SFP, സ്വിംഗ് ഫെയിലിയർ പാറ്റേൺ. ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ബെസ്റ്റ് മീൻസ് ഹൈലി റിസ്ക് റിവാർഡ് തരുന്ന, ഹൈലി മൊമെൻറ്റം വരുന്ന ഒരു സെറ്റപ്പാണ് SFP. മൂന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ്. അപ്പം ഇതിൽ എൻ്റെ ഏതാണ് ഫേവറേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് SFP, ദെൻ രണ്ടാമത്തത് പുൾ ബാക്ക് ട്രേഡിംഗ്. ബ്രേക്ക്ഔട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബ്രേക്ക്ഔട്ടിൽ എൻ്റെ പേഴ്സണലി എനിക്ക് അത്ര സക്സസ് റേറ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. ബട്ട് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ഒന്ന് SFP, ദെൻ പുൾ ബാക്ക്. പുൾ ബാക്ക് മീൻസ് ജസ്റ്റ് ചെറിയ ഒന്ന് രണ്ട് ക്യാൻഡൽസ്റ്റിക് കൺഫർമേഷനൊക്കെ യൂസ് ചെയ്ത് ട്രേഡുകൾ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. സോ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം സ്റ്റിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ചെറിയ ക്യാപിറ്റൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെറിയ ക്യാപിറ്റൽ മാത്രം ഇടുക. റൈറ്റ്. ചെറിയ ക്യാപിറ്റൽ മാത്രം ഇടുക. സോ ഇതൊക്കെ ഒരു ലൂപ്പ് ഹോളിൻ്റെ പുറത്താണ് ഈ ഒരു F&O കാര്യങ്ങളൊക്കെ ട്രേഡിങ് നടക്കുന്നത്. സോ ചെറിയ ക്യാപിറ്റൽ മാത്രം ഇടുക. ഈവൻ ഞാനാണെങ്കിൽ വളരെ ചെറിയ ക്യാപിറ്റൽ മാത്രമേ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുള്ളൂ. സ്റ്റിൽ എൻ്റെ ഒരു അത്യാവശ്യം ഒരു ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഒന്നും പറ്റാത്തൊരു ക്യാപിറ്റൽ മാത്രം ഇട്ടിട്ട് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. ഓക്കെ. സോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ. താങ്ക് യു.